നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ നമ്മളൊരു ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്യാണ്. അതാത് ദിവസം ഇടുന്ന വീഡിയോയിൽ നിന്നാണ് ദിവസം, അതായത് ഇപ്പോൾ ഇന്ന് ഇടുന്ന വീഡിയോയിൽ നിന്ന് ഒരു സാരിയാണ് അത് ആ ഗീവ് അവേക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. ഇന്ന് ആക്ച്വലി ഓഫർ സെയിലാണ്. ഓരോ ദിവസവും ഇടുന്ന വീഡിയോയുടെ ഇതിനകത്തുനിന്ന് ഒരു സാരി, അത് ഒരാഴ്ചത്തേന്, ഇന്ന് തൊട്ട് ഇന്നിപ്പം ബുധനാഴ്ച ആണെങ്കിൽ അടുത്ത ബുധനാഴ്ച വരെയല്ല, വ്യാഴാഴ്ച വരെ, സൺഡേ ഇല്ലാത്തതുകൊണ്ട് വ്യാഴാഴ്ച വരെ. ബ്ലൗസിൻ്റെ വീഡിയോ ഉള്ള ദിവസമാണെങ്കിൽ ഒരു ബ്ലൗസ് ആയിരിക്കും സമ്മാനമായിട്ട് കിട്ടുന്നത്. ഏറ്റവും ബെസ്റ്റ് കമൻറ്റിന് വാലിഡ് കമൻറ്റിന് ഉള്ള സമ്മാനമാണ് കേട്ടോ. അപ്പം ഇതിനൊക്കെ അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇതിനകത്ത് എല്ലാത്തിനും പലതിനും സിംഗിൾ പീസാണ്. അപ്പം ഈ സിംഗിൾ പീസ് നിങ്ങൾക്ക് തരാൻ പറ്റില്ല എങ്കിൽ ഇതേ സെയിം റേറ്റിനുള്ള മറ്റൊരു സാരി ആയിരിക്കും അയക്കുന്നത്. കാരണം ഇന്ന് നമ്മൾ ഓഫർ സെയിൽ ആയതുകൊണ്ട് ഓഫർ സെയിലിന് തരുമ്പോൾ നമ്മളുടെ പീസസ് ഇല്ല. മറ്റേതിൻ്റെ അത്രയും അല്ലാത്ത ദിവസങ്ങളിൽ അത്രയും സ്റ്റോക്ക് കാണത്തില്ല. ഒരു സിംഗിൾ പീസൊക്കെ വരുന്നതാണ് നമ്മൾ ഓഫർ സെയിലിന് ഇടുന്നത്. അപ്പം അതില്ലെങ്കിൽ ഈ സെയിം റേറ്റിന് വരുന്ന സാരി സമ്മാനമായിട്ട് കിട്ടും. അപ്പം നല്ല കമൻ്റൊക്കെ ഇടും കേട്ടോ. കള്ളപ്പനിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ പനിയെന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ ഒരു രസമുണ്ട്, ചെറിയൊരു ക്ഷീണമാണ്. ഭയങ്കര എല്ലാവർക്കും ഇല്ലേ അത് എനിക്കും ഉണ്ട്. അത് പറഞ്ഞപ്പോൾ ജലദോഷം കാട്ടി തോന്നുന്നു. പനിയല്ല, ശരിക്കും സൈനസൈറ്റിസിൻ്റെ പ്രോബ്ലം ആയിരിക്കും. തലവേദനയോ ത്രോട്ട് പെയിനോ എന്തൊക്കെയോ ഒരു അസ്വസ്ഥത. ഇത് കണ്ടോ, ഇതാണ് ഓഫർ സെയിലിന് വന്നേക്കുന്ന ഇന്നത്തെ മുഴുവൻ ഓഫർ സെയിലാണ്. ഇന്നത്തെ സാരി മൺസൂൺ സ്പെഷ്യൽ ഒഴുക്കൻ സാരി. ഇതാണ്. ഇത് ഞാൻ അല്ലാതെ കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ ഓർമ്മയാണ്. ഇതിന് വിത്ത് ബ്ലൗസും ഉണ്ട്. ഇതാണ് വിത്ത് ബ്ലൗസ്. സാരിയുടെ കളർ ഒരു സൈസ് പർപ്പിളെ കൂടെ ഇങ്ങനെ ഗ്രീനും ലൈറ്റ് പിങ്കും ഒക്കെ പ്രിൻ്റ് പോകുന്നത്. ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാവേ. ഇവിടെ റേറ്റ് കാണുവാണെങ്കിൽ എന്നോട് കാണിച്ച് പറയണം കേട്ടോ. കണ്ട് ഞാൻ കണ്ടു. ഇതിൻ്റെ റേറ്റ് 650 ഇപ്പോഴത്തെ വില 400 രൂപ. ഇതതിൻ്റെ വേറൊരു കളർ 400 രൂപയില്ല, 399 ഒരു കുറച്ച് രൂപ 399 രൂപ. ഇതും അത് തന്നെ വേറൊരു കളർ. സെയിം സാരി. നല്ല പുത്തൻ സാരീസാണ്. പക്ഷെ സിംഗിൾ പീസസേ ഉള്ളൂ എല്ലാത്തിനും. അടുത്ത ദിവസങ്ങളിലെല്ലാം ഓഫർ സൈഡ് ഇടണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ വഴിക്ക് പോയതാണ്. പിന്നെ ഒന്ന് ഇതേ ഹാൻഡ്ലൂം കോട്ടൻ്റെ നല്ല ഒന്നാം തരം സാരി. ഹാൻഡ്ലൂം കോട്ടൺ അറിയാമല്ലോ, നല്ല റേറ്റിൽ പോകുന്ന സാരീസാണ്. അത് നല്ല സ്റ്റാൻഡേർഡ് സാരീസുമാണ്. എനിക്കതാ പറയാനുള്ളത്. നിങ്ങളുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം റെഡിമെയ്ഡ് ബ്ലൗസ് എടുത്തില്ലേ? അപ്പോൾ ഈ കളറൊക്കെ ബ്ലൗസ് എടുത്തില്ലേ നിങ്ങൾ? പലരും ഒലീവ് ഗ്രീൻ കളർ ബ്ലൗസൊക്കെ എടുത്തില്ലേ? അതിനൊക്കെ എന്നെ അടിപൊളിയായിരിക്കും എന്നറിയോ. ഇത് ബോഡി ഫുള്ള് ഇങ്ങനെ പ്ലെയിൻ നേവി ബ്ലൂ ഷെയ്ഡ്, മുന്താണിയിൽ ഇങ്ങനെ ടാസിലും ഒക്കെ പിടിപ്പിച്ച് അടിപൊളി സാരിയാണ്. നിങ്ങൾ ആ ഒരു പാർട്ടി വെയർ ബ്ലൗസും കൂടെ ഇടുവാണെങ്കിൽ അതിന് ഭയങ്കര രസമായിരിക്കും. ഇത് 890-ൻ്റെയാണ് ഇപ്പോൾ കൊടുക്കുന്നത് 499 രൂപയ്ക്ക്. എല്ലാം സിംഗിൾ പീസസേ ഉള്ളൂ. കളർ വേറെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം ഒരു പീസേ ഉള്ളൂ, ഒറ്റ പീസ് വെച്ചേ ഉള്ളൂ. നമുക്ക് റീസ്റ്റോക്കോ പ്രീ ബുക്കിങ്ങോ ഒന്നുമില്ല. ഇതിന് ഇത് മാത്രം വേണ്ട. മസ്റ്റാർഡ് യെല്ലോ ബ്ലൗസ് ഇട്ടാൽ മതി. റെഡിമെയ്ഡ് ബ്ലൗസ് എല്ലാവരുടെയും കൈ കാണുമല്ലോ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഉണ്ടെങ്കിൽ ഞാൻ തരാം. പക്ഷേ ഇതിൻ്റെ കൂടെ തരാൻ പറയരുത്, കാരണം ഓഫർ സെയിലിൻ്റെ കൂടെ വേറെ അങ്ങനെ നമുക്ക് നടക്കത്തില്ല. അല്ലാതെ ബ്ലൗസ് കളറുകളേ ഇനി അടുത്ത ഞായറാഴ്ച പുതിയ ബ്ലൗസ് ഒന്നും ഇരിപ്പുണ്ട്. അത് നാളെ കാണിക്കാം. ആ ബ്ലൗസ് നാളെ കാണിക്കാമെന്നല്ല, ഏതാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ വന്നിട്ടുണ്ടല്ലോ ഒരു വയലറ്റ് കളർ. വയലറ്റ് അല്ലേ, വൈൻ കളർ അല്ലെങ്കിൽ ബീട്രൂട്ട് കളർ. ഇതിന് ഞാൻ പറഞ്ഞിട്ട് ആ പ്രിൻ്റ് ഉള്ളതല്ല, ആ ഒരു ചെറിയ വർക്ക് ചെയ്ത ബ്ലൗസ് ഇല്ലേ? കഴിഞ്ഞ ഞായറാഴ്ചയല്ല, കഴിഞ്ഞ മുമ്പിലത്തെ കഴിഞ്ഞ ഞായറാഴ്ച കാണിച്ചതിനകത്ത് പ്ലെയിൻ ബ്ലൗസ് വേണമെങ്കിൽ ഇടാം. അതിന് മുമ്പിലത്തെ ഞായറാഴ്ചയൊക്കെ ഒരു ടെമ്പിൾ ബോർഡർ ഡിസൈൻ വരുന്ന സിൽവർ പ്രിൻ്റ് വരുന്ന ആ ബ്ലൗസൊക്കെ നല്ല ഭംഗിയാണ്. എനിക്ക് വയ്യാത്തതുകൊണ്ടല്ല ഞാൻ ഒരെണ്ണം ഉടുത്ത് കാണിച്ചു തരും. ഇനി ഓഫർ സെയിലിന് വരുമ്പോൾ നമ്മൾ എന്തിനാ ആ ഒരു പീസുള്ളതിന് ഉടുത്തൊക്കെ കാണിച്ചിട്ട് എന്നെ എടുക്കാനാന്ന് ഓർത്തിട്ട്. പർപ്പിളിൻ്റെ നല്ലൊരു ഷെയ്ഡ്. ഇത് കണ്ടോ, മുന്താണി ഇത്രയും. ഹാൻഡ്ലൂം കോട്ടന് നിങ്ങൾക്കറിയാം 1000 എബോവ് മിക്കതിനും റേറ്റ് പോകുന്നതാണ്. നല്ല സുഖമല്ലേ ഉടുക്കാൻ, കാണാനും നല്ല സ്റ്റാൻഡേർഡ്, നല്ല വൃത്തിയാണ്.
ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ വിത്ത് യെല്ലോ. നല്ല വൃത്തിയാണ് കാണാൻ, നല്ലൊരു ലുക്കാണ് ആ ഒരു ഇത് സ്റ്റഫും അതും എല്ലാം കൂടെ. പിന്നെ വന്നിട്ട് ഇത് വേറെയാണ്, ഇത് തന്നെയല്ലേ വില പറഞ്ഞല്ലോ ഞാൻ 499 അങ്ങനെ ഏതാണ്ടല്ലേ പറഞ്ഞേ. ഇത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇതിന് മാത്രം ബോർഡർ ഉണ്ടോ? അങ്ങനെ വല്ലതും വ്യത്യാസം വേണോ? അതിൽ റേറ്റ് വ്യത്യാസം ഉണ്ടോ? ഇല്ല ആർക്കറിയാം. താഴെയോ 499 തന്നെ. 800 കണ്ണും പിടിക്കുന്നില്ല. 890 അങ്ങനെ ഏതാണ്ട് ഒരു റേറ്റാണ് കിടക്കുന്നത്. 499 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇതിന് മാത്രം ഒരു ചെറിയ ബോർഡർ ഉണ്ട്, ചിന്ന ബോർഡർ ഇങ്ങനെ ഇരിക്കും അല്ല. ഇനി ഒടുക്കൻ സാരികൾ തന്നെ ഉണ്ടോ? നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇത് പൊട്ടിക്കുന്നത്. പുത്തൻ സാരി എന്ന് പറയുന്നത് ഇതിന് ഈ ഒരു പീസേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിൻ്റെ കളേഴ്സോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒത്തിരി എണ്ണം വന്നതാവാം. പക്ഷെ ഇപ്പോൾ ഇനി ഈ ഒരു പീസ് മാത്രമേ ഉള്ളത് കൊണ്ടാണ് ഇത് ഓഫർ സെയിൽ വന്നത്. ഇങ്ങനത്തെ സാരീസ് കാണിച്ചിട്ട് ഇപ്പം മാർക്കറ്റിൽ ഈ പറഞ്ഞ പോലെ ഞാൻ പറയും മൊഡാൾ സാരി തിളക്കം വന്നാൽ അപ്പോഴേ എല്ലാം മൊഡാളാണെന്നാണ് പറയുന്നത്. അയ്യോ ശരിക്കും മൊഡാളെന്ന് പറഞ്ഞാൽ എന്നതാ എവിടെ കിടക്കുന്നു, ഇങ്ങനത്തെ സാരി എവിടെ കിടക്കുന്നു. ഈ സെമി മൊഡാൾ എന്ന് പറഞ്ഞ് ഇറങ്ങുന്നുണ്ട് 850 രൂപയ്ക്ക്. അതിനകത്ത് മൊഡാളിൻ്റെ എന്തൊക്കെയോ അംശമുണ്ട്, പക്ഷെ അതൊരിക്കലും മൊഡാളൊന്നുമല്ല. ഈ പോളിസ്റ്ററിന് ഒരു തിളക്കമുണ്ട്. ആ തിളക്കം കണ്ടു കഴിഞ്ഞാൽ അന്നേരം മൊഡാൾ എന്ന് പറഞ്ഞ് സെയിൽ ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് പലയിടത്തും. പക്ഷെ അത് ശരിക്കും ഉള്ളവരെയാണ് അത് ബാധിക്കുന്നത്. കാരണം എന്താണെന്നറിയോ, അവർക്ക് പോളിസ്റ്ററിന് കൊടുക്കുന്ന വിലയ്ക്ക് മൊഡാൾ കിട്ടത്തില്ലല്ലോ. അപ്പോൾ ആ വിലയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. എന്നിട്ട് പറയും ഈ കസ്റ്റമർ നോക്കുമ്പോൾ തന്നെ എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. ഓൺലൈനിൽ വീഡിയോ കാണുമ്പോഴേ എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. എന്നിട്ട് അതിന് അവർ പറയും നമുക്ക് റേറ്റ് വ്യത്യാസമാണ് ഇങ്ങനെയാന്ന് പറയും. പിസ്ത ഗ്രീൻ അല്ലേ, പിസ്ത ഗ്രീൻ്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതിൽ കൂടെ പിങ്ക് ബോർഡർ പോയിട്ട് ഇങ്ങനെ വരും മുന്താണി. ഫ്ലോറൽ പ്രിന്റ് ഇതിപ്പം ബ്ലൗസ് ഉണ്ടെങ്കിൽ തന്നെ റണ്ണിങ് ആണ്. ഫ്ലോറൽ പ്രിന്റിന് ഇപ്പം ഭയങ്കര ഇതുപോലത്തെ ഇങ്ങനെ കോൺട്രാസ്റ്റ് ഫ്ലോറലിന് ഭയങ്കര ഡിമാൻഡാണ്. ഈ വില പറഞ്ഞില്ല അല്ലേ, വില 690 490. ഈ സാരിക്കൂട്ട ഞാൻ ഗിഫ്റ്റ് തരാം എന്ന് വിചാരിക്കുന്ന സാരി ഇതാ. കാരണം ഇതിന് മാത്രം 1-2 എണ്ണത്തിന്, എല്ലാ കളറിനും ഇല്ല, 1-2 എണ്ണത്തിന് ഞാൻ ഒരു പീസോ 2 പീസും കൂടെ എക്സ്ട്രാ കണ്ടു. പക്ഷെ അത് ഇങ്ങനെ പ്രവർത്തിക്കുവാക്കും എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. കമൻറ്റ് നമ്മൾ ഒരു കൺസിഡർ ചെയ്യണമെങ്കിൽ നാളെ വൈകുന്നേരം വരെയുള്ള കമൻറ്റ് നോക്കണ്ടേ. അപ്പം അതിന് മുന്നേ സാരി തീർന്നു പോകില്ല, അതാണ് പ്രശ്നം. നാളത്തെ വീഡിയോ കയറുന്നതിന് മുന്നേ വരുന്ന കമൻറ്റ്, ഇന്നത്തെ ഈ വീഡിയോയ്ക്കകത്ത് വരുന്ന എല്ലാ കമൻറ്റും നോക്കിയിട്ട് അതിലൊരു ബെസ്റ്റ് കമൻറ്റ് നമ്മൾ നോട്ടിട്ടെടുക്കും. അത്രേ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടോ ഒലീവ് ഗ്രീൻ ആ സാരിയില്ലേ ഞാൻ പറഞ്ഞ ആ റെഡിമെയ്ഡ് ബ്ലൗസില്ലേ, അതിനൊക്കെ സൂപ്പർ സാരിയാണ്. നിങ്ങൾ ചുമ്മാ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇപ്പം അമ്പലത്തിൽ പോകുന്നവരോ ചർച്ചിൽ പോകുന്നവരോ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോകുന്നവർക്കില്ലേ, അവർക്ക് നല്ല ഇതാണ്, സുഖമാണിത്. ഈ സാരി വളരെ കംഫർട്ടബിളുമാണ്, ചിലവ് വളരെ കുറവാണ്. അങ്ങനെയുള്ള ഈ 2 സൈഡിലും ഒരേ ബോർഡർ, ബോഡി ഫുള്ളും ബുട്ട കണ്ടോ. ഈ സാരി കാണുമ്പോൾ എനിക്ക് ആ ബ്ലൗസിനെ ഓർമ്മ വരുന്നത്. അതിൻ്റെ കളർ ചേഞ്ചസ് ഇങ്ങനെ പറഞ്ഞില്ലേ പറയാം. എണ്ണൂറ്റി 700 ഒടുങ്ങി കിടക്കുന്നുണ്ട്. 800 890 തോന്നുന്നേ. അതിൻ്റെ ഇപ്പോഴത്തെ വില 490. ഇപ്പോഴത്തെ വില പേന കൊണ്ട് എഴുതിയേക്കുന്നതുകൊണ്ട് കാണാം, മറ്റേത് ബാർകോഡ് അടിച്ചേക്കുന്നതുകൊണ്ട് കണ്ടുപിടിക്കുന്നില്ല. നേവി ബ്ലൂവിൻ്റെ ബ്ലൗസ് ഇല്ലേ, എന്ത് രസമായിരിക്കും എന്നറിയത്തിട്ടോ. ഞാൻ ഇട്ട് കാണിക്കാം. എനിക്കിപ്പോൾ റെഡിമെയ്ഡ് ബ്ലൗസ് കണ്ടിട്ടിട്ടില്ലേ ഭയങ്കര പ്രാന്താ. സാരി ഉടുപ്പെന്ന് പറഞ്ഞാൽ വാചവടിയേ ഉള്ളൂ, ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ കേട്ടോ. ഫോട്ടോയ്ക്ക് മാത്രമേ നിൽക്കത്തുള്ളൂ, ഇതിനപ്പുറത്തേക്കും പുറത്തേക്കും പോകത്തില്ല, നടക്കാനൊന്നും കഴിയുന്നില്ല. അത് വേറെ കാര്യം. പക്ഷേ
അല്ലെങ്കിൽ സാരി എന്ന് പറയുമ്പോൾ ഷോക്കടിച്ച് അയ്യോ എനിക്ക് പറ്റത്തില്ല, എനിക്ക് മെനക്കെടാൻ കഴിയാത്തതിന് കുഴപ്പമല്ല. സാരി ഇഷ്ടമില്ലാഞ്ഞിട്ടോ ഉടുത്ത് കാണാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടോ സാരി മോശമായിട്ടോ ഒന്നുമല്ല. പെണ്ണുങ്ങൾക്ക് സാരിയോളം അഴക് തരുന്ന വസ്ത്രം വേറെ ഇല്ല. ഞാൻ പോലും സാരി ഉടുത്താൽ എല്ലാവരും പറയും സാരി എനിക്ക് ചേരുന്നതെന്ന്. പലരും എന്തോരം പേര് പറഞ്ഞിട്ടുണ്ടെന്ന് സാരിയാ ചുരിദാറിനേക്കാളും ചേരുന്നതെന്ന്. എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ആ ശക്തി വീടില്ല. സാരി ഉടുത്തിട്ട് എനിക്ക് എൻ്റെ ശരീരത്തെ പീഡിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടിയും വേണ്ട. എനിക്ക് നല്ല ഫ്രീ ആയിട്ട് നടക്കണം. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുകാരിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഫസ്റ്റ് അടിയല്ലോ. ഇതിൻ്റെയൊക്കെ പ്ലെയിൻ ബ്ലൗസ് ഉണ്ട് ഇല്ലേ, കിട്ടിയിട്ടില്ലേ? ഇൻഡിഗോ അല്ല ടീൽ ബ്ലൂ. എന്താണ് ഇല്ല കേട്ടോ, ഒരുപോലെ ഇരിക്കുന്നത്. ഇപ്പം ഈ മോഡാളിൻ്റെ മുമ്പത്തെ കാര്യം പറഞ്ഞ പോലെ ത്രോട്ട് പെയിൻ വന്നാൽ അപ്പോഴേ കോവിഡ്. ഇപ്പം പണ്ടൊക്കെ എപ്പോഴും അല്ലേ നമ്മൾ ഒരു ദിവസം ഇച്ചിരി ലേറ്റായിട്ട് കുളിച്ചാൽ പോലും ത്രോട്ട് പെയിൻ ഒക്കെ വരുമായിരുന്നു. അന്നേരം ഒന്നും ഒരു കോവിഡൊന്നും പറയത്തില്ല. ഇപ്പം ത്രോട്ട് പെയിൻ വന്നാൽ അപ്പോഴേ കോവിഡ്, ശ്വാസമുട്ടൽ വന്നാൽ അപ്പോഴേ കോവിഡ്. മനുഷ്യനങ്ങ് പേടിച്ച് ആദ്യം കയറി എന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. ഇതൊന്നും ഇല്ലാന്ന് നമ്മുടെ മനസ്സിൻ്റെ കപ്പാസിറ്റിയാണ് എല്ലാം നിശ്ചയിക്കുന്നത്. പിന്നെ അസുഖം വന്നാൽ അതിന് റെസ്റ്റ് എടുക്കേണ്ടടുത്ത് റെസ്റ്റ് എടുക്കണം, മരുന്ന് കഴിക്കേണ്ടടുത്ത് മരുന്ന് കഴിക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ പേടി ചിലരുണ്ട്. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, 7 അയൽവക്കത്തൂടെ പോയാൽ ഏറ്റവും വലിയ അസുഖമാണെന്ന് പറയും. ഞാനും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ പറയല, തലവേദന എടുക്കുമ്പോൾ മാക്സിമം പെണ്ണുങ്ങളുടെ എല്ലാവരും വിചാരം തലവേദന എടുക്കുമ്പോൾ അടുപ്പിച്ച് 2 തലവേദന വന്നു കഴിഞ്ഞാൽ ഇനി വല്ല ക്യാൻസർ വേണോ എന്നൊക്കെ ചിന്തിക്കുക. അങ്ങനത്തെ വാക്കുകൾ പോലും പറയല്ലെന്ന് കാലങ്ങളും പാഠങ്ങളും എന്നെ പഠിപ്പിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ പറയല്ലാത്ത. ഇപ്പോൾ വളരെ കുഞ്ഞൊരു ഓഫർ സെയിലാണ്. സാരി എടുത്തു വെക്കാനോ ഓഫർ സെയിൽ കാണിക്കാനോ ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. എനിക്ക് വയ്യ, പേഴ്സണലി എനിക്ക് വയ്യ. 2 ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ലല്ലോ. എന്തെങ്കിലും ഒന്ന് വീഡിയോ ഇടണ്ടേ എന്നോർത്താ ഇടുക. എൻ്റെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുമായിരിക്കും. അല്ല എനിക്ക് പനി, സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ പനിയാന്നൊക്കെ പറഞ്ഞ് വലിയ ഷോ കാണിക്കാൻ വലിയ ഇഷ്ടമല്ലായിരുന്നു. പിള്ളേരൊക്കെ ആയിരുന്നപ്പോൾ ഒരു കാലത്ത് നമ്മൾക്കൊക്കെ അങ്ങനെയല്ലായിരുന്നോ? എല്ലാവരും അങ്ങനെയായിരുന്നു. അതിൽ ഞാൻ എന്നാണേലും അങ്ങനെയായിരുന്നു. പനിയില്ലേലും ഇച്ചിരി പനിയുള്ളവരും ഒത്തിരി. എന്നിട്ട് എന്നെ ഇപ്പോഴും അതുകൊണ്ടെന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡും പിള്ളേരും ഒക്കെ പറയുക. അതെങ്ങനെ പറയാമോന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു ജയറാം ഒരു സ്റ്റേജ് പ്രോഗ്രാം അവതരിപ്പിച്ചപ്പോഴേ നമ്മളിവിടെ അമ്മ എന്ന് വിളിക്കും, തമിഴ്നാട്ടിലാണ് അമ്മ നിങ്ങൾ നീട്ടി വിളിക്കുമെന്ന് പറഞ്ഞ പോലെ ഞാൻ പനി വന്ന് എന്നെ കുഞ്ഞൊരു വേദന വന്നാൽ എനിക്കിട്ട് ചുമ്മാ ഇപ്പോൾ തോണ്ടുകയൊക്കെ ചെയ്യുമോ, അല്ലെങ്കിൽ എനിക്കിട്ട് നമ്മളിപ്പോൾ എന്നെ നടക്കുമ്പോഴൊക്കെ തട്ടുകയൊക്കെ ചെയ്യല്ലേ പിള്ളേരൊക്കെ. അങ്ങനെയൊക്കെ തോന്നുമ്പോഴത്തേക്കും അയ്യോ ഒന്നും നോക്കണ്ടേ, ഞാൻ അയ്യോ എൻ്റെ അമ്മോ എന്നാ വേദനയാണോ എന്ന് പറയും. ഭയങ്കരമാണ് ഇപ്പം തുടങ്ങും എന്നും പറഞ്ഞേ എന്നെ ഭയങ്കര കളിയാക്കും. ഇപ്പം ശരിക്കും അങ്ങനെയല്ല. എനിക്ക് തലവേദന എന്ന് പറയുന്ന സാധനം തുടങ്ങിയിട്ടേ മണിക്കൂറുകളായി, ഒരു 48 മണിക്കൂർ പിന്നിടാനായി. എന്നാലും ഒത്തിരി ദിവസം കൂടി വീഡിയോ ഇടണ്ടേ എന്നോർത്ത് കത്തി സഹിച്ച് മടുത്തല്ലേ. പനിയായിട്ടിതാ, പനി അല്ലെങ്കിൽ എന്നെ ആയിരിക്കും. അപ്പം നല്ല കമൻറ്റ് ഇടുക, ഒരു സാരി സമ്മാനം നേടുക. താങ്ക് യു.